കഴിഞ്ഞ വീഡിയോയിൽ സ്പ്രിംഗ് ഇനിഷ്യലൈസർ വഴി എങ്ങനെയാണ് ഒരു മോഡൽ പ്രോജക്റ്റ് അല്ലെങ്കിൽ സ്പ്രിംഗ് ബൂട്ട് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു പ്രോജക്റ്റിന് ആവശ്യമായിട്ടുള്ള ബേസിക് ഡിപ്പെൻഡൻസീസ് ഏതൊക്കെയാണ്, ആ ഡിപ്പെൻഡൻസീസ് എന്ത് പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയത്. സോ ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്പ്രിംഗ് ബൂട്ട് പ്രൊജക്റ്റിന്റെ ആർക്കിടെക്ചർ ആണ് പഠിക്കാൻ പോകുന്നത്. സോ മെയിൻലി ഒരു സ്പ്രിംഗ് ബൂട്ട് ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നത് MVC എന്ന് പറയുന്ന സ്ട്രക്ചറിലായിരിക്കും. ഇതാണ് നമ്മുടെ പ്രോജക്റ്റിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ എന്താണ് MVC? MVC എന്ന് പറയുമ്പോൾ മോഡൽ, M സ്റ്റാൻഡ്സ് ഫോർ മോഡൽ, V സ്റ്റാൻഡ്സ് ഫോർ വ്യൂ ആൻഡ് C സ്റ്റാൻഡ്സ് ഫോർ കൺട്രോളർ എന്നാണ്. സോ മോഡൽ എന്ന് നമ്മൾ ബേസിക്കലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡേറ്റാ ബേസസിനെ ആയിരിക്കും. നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ടേബിള്, അതേപോലെ ഒരു ഡേറ്റ സോഴ്സ്, അതിലേക്കാണ് മോഡൽ എന്ന് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു പേരുണ്ട് എൻറ്റിറ്റി എന്നും പറയും. ദെൻ വ്യൂ എന്ന് പറയുന്നത് എന്താണോ യൂസറിനെ കാണുന്നത്, അതായത് ഫ്രണ്ട് എൻഡ് അല്ലേ, ബ്രൗസറിൽ എന്താണോ കാണുന്നത് ആ സെഷനെയാണ് വ്യൂ എന്ന് പറയുന്നത്. സി ഫോർ കൺട്രോളർ എന്ന്. കൺട്രോളർ ബേസിക്കലി ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ, അതായത് ഒരു ഡേറ്റാബേസ്, അതായത് മോഡലിൽ ഇരിക്കുന്ന ഡേറ്റാസിനെ വെച്ച് ഒരു വ്യൂവിൽ എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് കാണിക്കണമെങ്കിൽ കുറച്ച് പ്രോഗ്രാം ലോജിക്സ് അല്ലെ, ഒരു ബിസിനസ് ലോജിക് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ആ ബിസിനസ് ലോജിക്കുകളെല്ലാം ചെയ്യുന്ന ഫങ്ഷനാലിറ്റിയാണ് കൺട്രോളർ എന്ന് പറയുന്നത്. അതായത് ഒരു ഡേറ്റാബേസിൽ ഇരിക്കുന്ന ഡേറ്റയെ എന്തെങ്കിലും ഒരു പ്രോസസ്സ് ചെയ്ത് ഫ്രണ്ട് എൻഡിൽ കാണിക്കുക, ബ്രൗസറിൽ കാണിക്കുക. സോ അതിനിടയിൽ ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് കൺട്രോൾ എന്ന് പറയുന്നത്. സോ അതാണ് MVC സ്ട്രക്ചർ അല്ലെങ്കിൽ MVC ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. സോ ഇവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ആ ഡയഗ്രാം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ലുക്ക് ചെയ്യാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബ്രൗസർ ആണ്. അതായത് ഒരു ബ്രൗസറിൽ നിന്നും വരുന്ന റിക്വസ്റ്റ് ആദ്യം കിട്ടുന്നത് കൺട്രോൾ ലെയറിലായിരിക്കും. കൺട്രോൾ ലെയറിൽ നിന്ന് അത് സർവീസ് ലെയറിൽ പോകും. സർവീസ് ലെയറിൽ നിന്നായിരിക്കും ഡാവോ അല്ലെങ്കിൽ റെപ്പോസിറ്ററി എന്ന് പറയുന്ന ലെയറിൽ പോകും. ഈ റെപ്പോസിറ്ററി എന്ന് പറയുന്ന ലെയർ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ഡേറ്റാബേസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. സോ ബ്രൗസറിൽ നിന്ന് ഡയറക്റ്റ് ഡേറ്റാബേസിലോട്ട് ഇന്ററാക്ട് ചെയ്യുകയല്ല സ്പ്രിംഗ് ബൂട്ട് ആപ്ലിക്കേഷനിൽ നിന്ന്. ഒരു ഫോർ എക്സാമ്പിൾ, ഒരു യൂസർ ഒരു റിക്വസ്റ്റ്, ഒരു HTTP റിക്വസ്റ്റ് ഒരു സ്പ്രിംഗ് ബൂട്ട് പ്രോജക്റ്റിലോട്ട് കൊടുക്കുമ്പോൾ ബ്രൗസറിൽ നിന്നും ആദ്യം ആ റിക്വസ്റ്റ് കൺട്രോളറിൽ വരും. കൺട്രോളറിൽ നിന്നും അത് സർവീസിലോട്ട് വരും. സർവീസിൽ നിന്ന് അത് റെപ്പോസിറ്ററി പോകും. റെപ്പോസിറ്ററിയിൽ നിന്നായിരിക്കും ഡേറ്റാബേസ് എടുക്കുന്നത്. സോ ഈ കൺട്രോളറിൽ തന്നെയാണ് വ്യൂ കൊടുക്കുന്നത്. വിച്ച് മീൻസ് ഇവിടെയാണ് നമ്മൾ ഫ്രണ്ട് എൻഡ് എഴുതുന്നത്. HTML, റിയാക്ട് എന്തൊക്കെയാണെങ്കിൽ അത് ഈ വ്യൂവിലായിരിക്കും വരുന്നത്. കാരണം ഈ വ്യൂ ആണ് ബ്രൗസറിൽ കാണപ്പെടുന്നത്. സോ ഈ പറയുന്ന ലേയേഴ്സ് വെച്ചിട്ടായിരിക്കും നമ്മളുടെ ഒരു പ്രോജക്റ്റ് റൺ ചെയ്യുന്നത്. സോ ഈ ഒരു MVC സ്ട്രക്ചർ ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഒരു സ്പ്രിംഗ് ബൂട്ട് പ്രോജക്റ്റ്, അതായത് സ്പ്രിംഗ് ബൂട്ട് പ്രോജക്റ്റിന്റെ ലോജിക് എല്ലാം എഴുതിയുള്ളത് SRC മെയിൻ ജാവ എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡറിനകത്ത്. ഈ ഫോൾഡറിനകത്ത് ഈ MVCക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാക്കേജസ് ആയിരിക്കും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. സോ മെയിൻലി നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് 4 പാക്കേജസ് ആയിരിക്കും. സോ ആദ്യത്തെ പാക്കേജ് കൺട്രോളർ ആണ് അല്ലേ. ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ബ്രൗസറിൽ നിന്ന് കിട്ടുന്ന HTTP റിക്വസ്റ്റ് ആയി ബ്രൗസർ വഴി യൂസർ ആദ്യം എന്ത് കൊടുത്താലും അത് ഫസ്റ്റ് നമ്മുടെ സ്പ്രിംഗ് ബൂട്ട് പ്രോജക്റ്റിൽ ഇന്ററാക്ട് ചെയ്യുന്നത് കൺട്രോൾ ലെയർ ആയിരിക്കും അല്ലേ. സോ അതുകൊണ്ട് കൺട്രോൾ എന്ന് പറയുന്ന ഒരു പാക്കേജ് നിങ്ങൾ എവിടെ ക്രിയേറ്റ് ചെയ്യണം? ഈ SRC മെയിൻ ഡോട്ട് ജാവയിൽ ക്രിയേറ്റ് ചെയ്യണം. ആദ്യം എന്താണ് കൺട്രോളറിന്റെ ഫങ്ഷനാലിറ്റി എന്ന് നോക്കാം. ഇതിനകത്ത് ക്ലാസ്സസ് വരും. അതായത് ഈ ഒരു പാക്കേജിനകത്ത്, കൺട്രോളർ എന്ന് പറയുന്ന പാക്കേജിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? ഒരുപാട് ക്ലാസ്സസ് എഴുതും, ജാവ ക്ലാസ്സസ് എഴുതും. നമ്മുടെ പ്രോജക്റ്റിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് എല്ലാ ക്ലാസ്സസും എഴുതും. ഈ ക്ലാസ്സസിന്റെ ഫങ്ഷനാലിറ്റി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് വെച്ചാൽ HTTP റിക്വസ്റ്റിനെ പ്രോസസ് ചെയ്യുക എന്നാണ്. അതായത് ഫ്രണ്ട് എൻഡിൽ നിന്ന് യൂസർ എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം ക്യാച്ച് ചെയ്യുന്നത് എവിടെയായിരിക്കും? കൺട്രോളർ എന്ന് പറയുന്ന പാക്കേജിനകത്തുള്ള ജാവ ക്ലാസ് ആയിരിക്കും, അല്ലെങ്കിൽ ജാവ ഫയൽ ആയിരിക്കും. അടുത്ത പാക്കേജ് എന്ന് പറയുന്നത് സർവീസ് ആണ്. സോ സർവീസ് എവിടെയാണ് കാണപ്പെടുന്നത്? കൺട്രോളർ ലെയറിനും റെപ്പോസിറ്ററിക്കും ഇന്റർമീഡിയറ്റ് ആയാണ് സർവീസ് ലെയേഴ്സ് കാണുന്നത് അല്ലേ. അതായത് ഫ്രണ്ട് എൻഡിൽ നിന്ന് വരുന്ന റിക്വസ്റ്റുകളെല്ലാം കൺട്രോളർ വാങ്ങിക്കും. കൺട്രോളർ വാങ്ങിക്കുക, കൊടുക്കുക, ആ ഒരു ഫങ്ഷനാലിറ്റി മാത്രമേ ചെയ്യത്തുള്ളൂ. അതിനകത്ത് ബിസിനസ് ലോജിക്കുകളൊന്നും ചെയ്യത്തില്ല. ഫോർ എക്സാമ്പിൾ, ഒരു ചുരുക്കത്തിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ബ്രൗസറിൽ നിന്ന് യൂസർ ഒന്നും കൂട്ടാൻ, അല്ലെങ്കിൽ ഒരു 10ഉം 5ഉം കൂടി കൂട്ടാനുള്ള റിക്വസ്റ്റ് കൊടുക്കുന്നു. സോ ആ
കൂട്ടാനുള്ള വാല്യൂസ് രണ്ട് നമ്പേഴ്സ് ആണല്ലേ പാസ് ചെയ്തത്, 10ഉം 5ഉം. സോ ആ 10ഉം 5ഉം എന്ന് പറയുന്ന വാല്യൂസ് ആര് വാങ്ങിക്കും? കൺട്രോളർ വാങ്ങിക്കും. ദെൻ അത് തമ്മിലുള്ള അഡിഷന്റെ ലോജിക് ഉണ്ടല്ലോ, യൂസർ തന്ന രണ്ട് നമ്പേഴ്സിനെ കൂട്ടാൻ അല്ലേ, അഡിഷൻ എന്ന് പറയുന്ന ലോജിക്ക് ചെയ്യുന്നത് ആരായിരിക്കും? സർവീസ് ലെയർ ആയിരിക്കും. ദെൻ ഈ സർവീസ് ലെയർ എന്ത് ചെയ്യും? ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്യും. നമുക്ക് ആ ആഡ് ചെയ്യുന്ന സംഖ്യ ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്യണം എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ സർവീസ് ലെയർ എന്ത് ചെയ്യും? അതിനുള്ള ഫംഗ്ഷനാലിറ്റി യൂസർ തന്ന രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്ത ഫംഗ്ഷനാലിറ്റി റെപ്പോസിറ്ററി ക്ലാസ് വഴി എവിടെ സ്റ്റോർ ചെയ്യും? ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്യും. സോ അങ്ങനെയാണ് ഈ ഒരു പിക്ചർ ഇവിടെ പോകുന്നത്. സോ സർവീസ് ലെയർ അപ്പൊ എന്താ യൂസ് ചെയ്യുന്നത്? ബിസിനസ് ലോജിക് അല്ലെങ്കിൽ ആപ്ലിക്കേഷന് സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷണാലിറ്റീസ് ആയിരിക്കും സർവീസസ് എന്ന് പറയുന്ന പാക്കേജിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. സർവീസസ് എന്ന് പറയുന്ന പാക്കേജിനകത്തും ഒരുപാട് ജാവ ക്ലാസ്സസ് കാണും. ദെൻ റെപ്പോസിറ്ററി എന്ന് പറയുന്ന പാക്കേജ് എന്താ? ഈ റെപ്പോസിറ്ററി അല്ലെ, ഇതാണ് റെപ്പോസിറ്ററി എന്ന് പറയുന്നത്. അത് ഡേറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് അല്ലേ. സർവീസിൽ നിന്ന് എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് റെപ്പോസിറ്ററി ലെയറിലോട്ട് കൊടുത്താൽ റെപ്പോസിറ്ററി ലെയർ ആയിരിക്കും ഡേറ്റാബേസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. സോ അപ്പം റെപ്പോസിറ്ററി എന്ന് പറയുന്ന പാക്കേജിനകത്ത് നമ്മൾ എഴുതുന്ന ക്ലാസിന്റെ ഫങ്ഷണാലിറ്റി എന്തായിരിക്കും? ഡേറ്റ ആക്സസും ഡേറ്റാബേസ് ഇന്ററാക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട ഓപ്പറേഷൻസ് ആയിരിക്കും റെപ്പോസിറ്ററി എന്ന് പറയുന്ന പാക്കേജിനകത്ത് നമ്മൾ എഴുതുന്ന ക്ലാസ്സസിന് കൊടുക്കുന്നു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് മോഡലാണ്. സോ നമ്മൾ മറ്റ് പ്രോജക്റ്റുകൾ ചെയ്യുമ്പോഴത്തേക്കും അല്ലെ, വേറെ പ്രോജക്റ്റുകളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള ഡേറ്റാബേസിന്റെ ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പൊ ഏത് ഡേറ്റാബേസ് ആണ്, MySQL അല്ലെങ്കിൽ മറിയ DBയോ ഡെർബിയോ ഏതാണോ നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റാബേസ്, MongoDB എന്തോ ആവാം, അതിൽ നമ്മൾ ഡേറ്റാബേസിന്റെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണം. ഒരു ഡേറ്റാബേസ് ആദ്യമേ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം ജാവ കോഡ് വഴി ആ ഡേറ്റാബേസിലോട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യാനായിട്ട്. ബട്ട് സ്പ്രിംഗ് ബൂട്ട് കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള, ഫോർ എക്സാമ്പിൾ എനിക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ടേബിളിന്റെ പേര് എന്ന് പറയുന്നത് സ്റ്റുഡൻസ് എന്നാണ്. സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ആ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ടേബിളിനകത്ത് കുറച്ച് കോളംസ് ഉണ്ട്. SL നമ്പർ, അതേപോലെ നൈം, പ്ലേസ്, ഈ പറഞ്ഞ 3 കോളം ഉണ്ടെന്ന് വിചാരിച്ചു. എങ്കിൽ മോഡൽ എന്ന് പറയുന്ന പാക്കേജ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, മോഡലിനകത്ത് നമ്മൾ കുറച്ച് ജാവ ക്ലാസ്സസ് ആയിരിക്കും ഇരിക്കുന്നത്. അത് ഒരു ടേബിളിനെ റെപ്രസെന്റ് ചെയ്തായിരിക്കും മോഡൽ പാക്കേജ് ഫങ്ഷനാലിറ്റി ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, മോഡൽ ക്ലാസ്സിനകത്ത് സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു ജാവ പാക്കേജ് അല്ലെങ്കിൽ ജാവ ക്ലാസ് എഴുതുന്നു. അതിനകത്ത് സ്ട്രിംഗ് SL നമ്പർ, സ്ട്രിംഗ് നൈം, ദെൻ സ്ട്രിംഗ് പ്ലേസ് എന്നീ 3, സ്ട്രിംഗിന്റെ S ക്യാപിറ്റൽ ആണ്, ഡേറ്റ അല്ലെങ്കിൽ വേരിയബിളും ഡിക്ലെയർ ചെയ്യുന്നതെന്ന് വിചാരിച്ചു. എങ്കിൽ ഈ മോഡലിനകത്ത് എഴുതുന്ന ഈ ക്ലാസിന്റെ പേര് സ്റ്റുഡന്റ് ആണ്. സ്റ്റുഡന്റ് എന്ന് പറയുന്ന ടേബിൾ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആവും ഏതൊക്കെ കോളം വെച്ചിട്ട്? നമ്മൾ ഇവിടെ കൊടുക്കുന്ന വേരിയബിളിൽ വെച്ചിട്ട് സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു ടേബിൾ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആവും. അതാണ് സ്പ്രിംഗ് ബൂട്ടിന്റെ ഒരു ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നത്. സോ ടേബിൾസ്, നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടേബിൾസ് ഏതൊക്കെയാണ്, ആ ടേബിൾസിനകത്ത് ഏതൊക്കെ കോളംസ് വേണം എന്നുള്ള ഫങ്ഷനാലിറ്റി എഴുതുന്ന ക്ലാസ് ആണ്, അല്ലെങ്കിൽ ഏത് പാക്കേജിന്റെ അണ്ടറിലായിരിക്കും അത്തരത്തിലുള്ള ലോജിക്ക് എഴുതുന്നത്? മോഡൽ എന്ന് പറയുന്ന പാക്കേജിന്റെ അണ്ടറിലായിരിക്കും. സോ ഇത് ഫസ്റ്റ് ടൈം കേൾക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ആയിട്ട് തോന്നാം. നമ്മളത് പ്രോജക്റ്റിലെ ലൈവ് കോഡിംഗ് പാർട്ടിലോട്ട് വരുമ്പോൾ അത് കുറച്ചും കൂടി സിംപ്ലിഫൈ ആക്കാനായിട്ട് പറ്റും. സോ ഫസ്റ്റ് നമ്മളിപ്പോ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ, ഈ ഒരു പാക്കേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. കൺട്രോളർ പാക്കേജ്, സർവീസ് പാക്കേജ്, റെപ്പോസിറ്ററി പാക്കേജ് ആൻഡ് മോഡൽ പാക്കേജ്. അതിനകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള എന്ത് എഴുതും? കൺട്രോളേഴ്സ് അല്ലേ. കൺട്രോളേഴ്സ് എന്ന് വെച്ചാൽ കൺട്രോൾ ചെയ്യാനുള്ള ജാവ ഫയൽസ് നമ്മൾ എഴുതും. കൺട്രോളർ പാക്കേജിനകത്ത് ആവശ്യമായിട്ടുള്ള ജാവ ഫയൽ, സർവീസ് ക്ലാസ്സിന് ആവശ്യമായിട്ടുള്ള ജാവ ഫയൽ, റെപ്പോസിറ്ററിക്ക് ആവശ്യമായിട്ടുള്ള ജാവ ഫയൽ, മോഡലിന് ആവശ്യമായിട്ടുള്ള ജാവ ഫയൽ. സോ ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ 4 പാക്കേജും ക്രിയേറ്റ് ചെയ്യുന്നതാണ്. എവിടെയാണ് പാക്കേജ് ക്രിയേറ്റ് ചെയ്യുന്നത്? പാക്കേജ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മളൊരു പ്രോജക്റ്റ് ഇമ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും src main.java എന്ന് പറയുന്ന ഒരു ഫയൽ കാണും. അതിനകത്ത് ഒരു പാക്കേജ് ബൈ ഡിഫോൾട്ട് ആയിട്ട് കാണും. നമ്മൾ കൊടുക്കുന്ന ആർട്ടിഫാക്ട് ഐഡി ഇല്ലേ, അതിനെ വെച്ചിട്ടായിരിക്കും ഇവിടെ ഒരു പാക്കേജ്
ബൈ ഡിഫോൾട്ട് ആയിട്ട് ക്രിയേറ്റ് ആവുന്നത്. ആ പാക്കേജിനകത്ത് ഒരു ജാവ ഫയൽ കാണും. നമ്മൾ കൊടുക്കുന്ന ആപ്ലിക്കേഷന്റെ പേര് പ്ലസ് ആപ്ലിക്കേഷൻ ഡോട്ട് ജാവ എന്നൊരു പേജിലായിരിക്കും ആ ഫയൽ കാണും. സോ ആ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒരു എന്താണ് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ ആണ്. അതായത് മെയിൻ ഫയലാണ് ഈ ഒരു പാക്കേജിനകത്തുള്ള ജാവ ക്ലാസ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഈ പ്രോജക്റ്റ് റൺ ചെയ്യാനുള്ള മെയിൻ ഫയൽ. സോ ഇനി നമ്മൾ ഈ പറഞ്ഞ MVCക്കകത്തുള്ള കൺട്രോളർ, സർവീസ്, റെപ്പോസിറ്ററി, മോഡൽ എന്ന് പറയുന്ന പാക്കേജ് ക്രിയേറ്റ് ചെയ്യുക. സോ പാക്കേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പാക്കേജ് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ ഫോൾഡറിന് അകത്തായിരിക്കണം. src main/java എന്ന് പറയുന്ന ഫയലിന് അകത്തായിരിക്കണം. അത് മാത്രമല്ല ഈ പറയുന്ന മെയിൻ ഫയലിൽ കണ്ടെയ്ൻ ചെയ്യുന്ന പാക്കേജ് നെയിം ഡോട്ട് ആയിരിക്കണം ഇനി വരേണ്ട പാക്കേജ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതായത് ഈ com.a.library അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത പ്രൊജക്റ്റിന്റെ പേര് അത് വരുന്ന ബേസ് പാക്കേജ് റൈറ്റ് ക്ലിക്ക് ചെയ്ത്, ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, ബേസ് പാക്കേജ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ പാക്കേജ് എന്ന് പറയുന്ന സാധനം സെലക്ട് ചെയ്യുക. സോ സെലക്ട് ചെയ്യുമ്പോൾ നെയിമിനകത്ത് com.a.library എന്ന് പറയുന്ന ഡിഫോൾട്ട് പാക്കേജ് നെയിം അതിലുണ്ടായിരിക്കും. ഇനി നമുക്ക് ആദ്യം ക്രിയേറ്റ് ചെയ്യുന്ന കൺട്രോളർ ആയതുകൊണ്ട് തന്നെ ഡിഫോൾട്ട് നെയിം ഈ കിടക്കുന്ന നെയിം ഡോട്ട് കൺട്രോളർ എന്ന് കൊടുക്കുക. സോ ഇങ്ങനെ കൊടുത്താൽ മാത്രമേ നമ്മൾ പ്രോജക്റ്റ് എന്ത് ചെയ്യത്തുള്ളൂ, പെർഫെക്റ്റ് ആയിട്ട് റൺ ചെയ്യത്തുള്ളൂ. സോ ആ ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്തു. പാക്കേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒന്നും കൂടി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ബേസ് പാക്കേജ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് തന്നെ പാക്കേജ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ഈ ഒരു പേര് ഇവിടെ കാണത്തുള്ളൂ. ആക്സിഡന്റലി മുകളിൽ കൊടുക്കുന്ന src main/javaയിലാണ് നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പാക്കേജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബേസ് ഫോൾഡർ ഇവിടെ കാണിക്കത്തില്ല. ബേസ് ഫോൾഡർ കാണിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ ഫയല് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എഴുതുന്ന കോഡ് മെയിൻ ഫയൽ, അതായത് ഈ മെയിൻ ഫയലില്ലേ ലൈബ്രറി ആപ്ലിക്കേഷൻ ഡോട്ട് ജാവ എന്ന് പറയുന്ന ഈ ഫയലിനെ റെക്കഗ്നൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ ബേസ് പാക്കേജ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് സർവീസ് പാക്കേജ് ക്രിയേറ്റ് ചെയ്യാം. സോ അടുത്ത പാക്കേജ് ക്രിയേറ്റ് ചെയ്യുക ഡോട്ട് സർവീസ്. ദെൻ അടുത്ത പാക്കേജ് ആണ് എന്താണ്, റെപ്പോസിറ്ററി അല്ലേ. അപ്പൊ ഡോട്ട് റെപ്പോസിറ്ററി. ഇനി അടുത്ത പാക്കേജ് ക്രിയേറ്റ് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പാക്കേജ് മോഡൽ ഡോട്ട് മോഡൽ. സോ നമ്മൾ പാക്കേജ് ക്രിയേറ്റ് ചെയ്തു, കൺട്രോളർ, മോഡൽ, റെപ്പോസിറ്ററി, സർവീസ്. ഇനി ഈ കൺട്രോളറിനകത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യും, കൺട്രോളർ റിലേറ്റഡ് ആയിട്ടുള്ള ജാവ ഫയൽസ് എല്ലാം ഈ കൺട്രോളർ എന്ന് പറയുന്ന പാക്കേജിനകത്തും, മോഡൽ അതായത് നമ്മുടെ ഡേറ്റാബേസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫയൽസ് എല്ലാം ഈ പാക്കേജിനകത്തും, മോഡൽ എന്ന് പറയുന്ന പാക്കേജിനകത്തും, ഡേറ്റാബേസ് ഇന്ററാക്ഷന്റെ കോഡ് മൊത്തം റെപ്പോസിറ്ററി എന്ന് പറയുന്ന ഈ ഒരു പാക്കേജിനകത്തും, സർവീസ് റിലേറ്റഡ് അതായത് ബിസിനസ് ലോജിക്കുകളെല്ലാം സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള പാക്കേജസിലായിരിക്കും എഴുതുന്നത്. സോ ഈ വീഡിയോ മെയിൻലി ഫോക്കസ് ചെയ്തത് ഈ പറയുന്ന പാക്കേജ് എന്താണെന്നും MVC സ്ട്രക്ചർ എന്താണെന്നും ഓരോ പാക്കേജ് എന്തെല്ലാം പർപ്പസിന് യൂസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമായിരുന്നു. നെക്സ്റ്റ് വീഡിയോ മുതൽ നമുക്ക് പ്രോജക്റ്റിനകത്തോട്ട് കിടക്കാം. അതായത് ഓരോ പാക്കേജിന്റെ അണ്ടറിലും വരുന്ന ഓരോ ജാവ ക്ലാസ് എഴുതി അത് എങ്ങനെയൊക്കെയാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ള ഒരു സെഷൻ ആയിരിക്കും നെക്സ്റ്റ് ലാബ്.